ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 41-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതുമായ പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിറുപോലെ ആക്കുകയും ചെയ്യും. ദൈവമാണ് ഒരു വ്യക്തിയുടെ ഭാവി നിയന്ത്രിക്കുന്നത്. ദൈവം ഭാവി നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. യാക്കോബിനെ പുഴുവായിട്ടാണ് പ്രവാചകൻ കാണുന്നത്, ഒന്നുമല്ലാത്ത യാക്കോബ്. ആ പുഴുവായ യാക്കോബിനെ ഒരു ശക്തിയാക്കി, മെതിവണ്ടിയാക്കി തീർക്കുന്ന ദൈവം. ബുൾഡോസർ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. വഴിയെ പോകുമ്പോൾ ശബ്ദം ഇറമ്പി പോകുന്ന, റോഡിലൂടെ പോകുന്നത്, അതാണ് റോഡുകൾ ഉണ്ടാക്കുന്നത്, നിരപ്പാക്കുന്നത്. അപ്പോൾ അത്രമാത്രമുള്ള ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നീ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ, ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ 2026 സമൃദ്ധിയുടെ വർഷമാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധി, നിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയായി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മനസ്താപപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് മാറ്റി നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ തീരുമാനം ദൈവത്തിങ്കിലാകട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാകട്ടെ, സമർപ്പണമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. ഈ വചനത്തിലൂടെ ആ വലിയ പവർ നിൻ്റെ മക്കളിലേക്ക് പ്രവേശിക്കട്ടെ. പുഴുവിനെ ബുൾഡോസറാക്കുന്ന ശക്തി സാധാരണക്കാരും സാധുക്കളും ശക്തിയില്ലെന്ന് വിശ്വസിക്കുന്നവരുമായ വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്തിലൂടെ പുതുശക്തിയും പുതുബലവും കൊടുക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ആരോരുമില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും ക്രിയ ചെയ്ത് അത്ഭുതകരമായി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ.